ഇത് വളരെ നല്ലൊരിതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അധ്യാപക പരിശീലന ക്യാമ്പാണ്. മലങ്കര യാക്കോബായ സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ നിരണം ഭദ്രാസനം അധ്യാപക പരിശീലന ക്യാമ്പ് ഉർഹോദഹായി 2025 ഓഗസ്റ്റ് 28 വ്യാഴാഴ്ച മഴുവങ്ങാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വെച്ച് ഫാദർ ജിസൺ പോൾ നേതൃത്വം നൽകുന്നു. സിറോ മലബാർ സഭയിലെ നോക്കിയ സുന്ദരനായ ഒരു അച്ഛൻ, ഒരു സിനിമാ നടന്റെ ലുക്കൊക്കെ ഉണ്ട്. ആ അച്ഛനാണ് മലങ്കര യാക്കോബായ സഭയിലെ സൺഡേ സ്കൂൾ പിള്ളേരെ അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്നത്. ഇനി സൺഡേ സ്കൂളിന്റെ ഭാവി ജിസൺ അച്ഛന്റെ കയ്യിൽ സുരക്ഷിതമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എന്താണ് സൺഡേ സ്കൂൾ അധ്യാപകരെ പരിശീലിപ്പിക്കേണ്ടത്? ഇതര സഭകളുമായിട്ട് സൗഹാർദ്ദത്തിൽ പോകേണ്ട ആവശ്യകതയൊക്കെ നമുക്കറിയാം. കത്തോലിക്ക സഭയിലെ വൈദികരുമായിട്ടും സന്യസ്തരുമായിട്ടും നല്ല ബന്ധമൊക്കെ ഉണ്ടാകും. സഭയിലെ ഒരു കൺവെൻഷനോ അങ്ങനെയുള്ള ഒരു പബ്ലിക് മീറ്റിങ്ങിലോ ഒക്കെ അവരെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നതിലോ അവർക്ക് അവസരം കൊടുക്കുന്നതിലോ ഒന്നും ഒരു തെറ്റില്ല. കാരണം ഇത് എക്യൂമെനിക്കൽ ഫോറങ്ങളുടെ കാലമാണ്, കൂടുതൽ സഹവർത്തിത്വം ഇതൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സഭയുടെ ഉപദേശം പഠിപ്പിക്കുന്ന അധ്യാപകരെ പരിശീലിപ്പിക്കുവാൻ മറ്റൊരു സഭയിൽ നിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അവിടെ നെറ്റി ചുളിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അത് ആ സഭയുടെ ഏറ്റവും വലിയ ദാരിദ്ര്യവും പരാജയവുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇറ്റ്സ് എ സൈൻ ഓഫ് പോവർട്ടി ആൻഡ് ഫെയിലിയർ, വീക്ക്നെസ് ഓഫ് ദാറ്റ് ചർച്ച്. കാരണം ഈ അടിസ്ഥാനപരമായ മർമ്മപ്രധാനമായ ഈ കാര്യം ആ സഭയിലെ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ ആ സഭയുടെ വിശ്വാസം, കത്തോലിക്ക സഭയുടെ വിശ്വാസവും ദർശനവും സുറിയാനി സഭയുടെ വിശ്വാസവും ദർശനവും തമ്മിൽ കാതങ്ങളോളം ദൂരമുണ്ട്. വലിയ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമല്ല. അപ്പൊ എന്താണ് ഇവരെ പഠിപ്പിക്കുന്നത്? ഇത് അങ്ങേറ്റം ആക്ഷേപകരമായ, തികച്ചും അപഹാസ്യമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അതിന്റെ കീഴെ ഞാൻ നോക്കിയപ്പോൾ കുറെ കമന്റൊക്കെ ഉണ്ട്. ഇതൊരു പോസ്റ്റാണ്. നമ്മുടെ രാജിവെച്ചിട്ട് തിരിച്ചു വന്ന നമ്മുടെ കുറുലസ് തിരുമേനിയാണ് ഇത് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ സംഗതി ഗംഭീരമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതൊന്ന് ആ പോസ്റ്റിലെ കമന്റുകൾ നല്ല രസമാണ്. ഒരുപാട് ആളുകൾ കമന്റ് എഴുതിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ പല കമന്റുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും.